എല്ലാ കണ്ണുകളും ഇപ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്സഭാ സന്ദർശനത്തിന് പിന്നാലെ ഒരുപാട് ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ്. ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമോ അതോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കളത്തിലിറങ്ങുമോ എന്ന്. ഏതായാലും ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ചർച്ചയാവുകയാണ്. കേന്ദ്രമന്ത്രിയാക്കാമെന്ന് ബി.ജെ.പി. പറഞ്ഞുവെന്നും നരേന്ദ്രമോദി തൃശൂരിൽ മത്സരിച്ചേക്കാമെന്നാണ് ആർ.ജെ.ഡി. സംസ്ഥാന പ്രസിഡന്റ് ശ്രേയംസ് കുമാറിന്റെ തുറന്നു പറച്ചിൽ. ബി.ജെ.പി. തനിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തിരുന്നതായി ആർ.ജെ.ഡി. സംസ്ഥാന പ്രസിഡന്റ് എം.പി. ശ്രേയംസ് കുമാർ പറഞ്ഞു. മത്സരിക്കാൻ നരേന്ദ്രമോദി ദക്ഷിണേന്ത്യ തിരഞ്ഞെടുത്താൽ അത് തൃശൂരിലാകാൻ സാധ്യതയുണ്ടെന്ന് തന്നോട് ടി.എൻ. പ്രതാപൻ പറഞ്ഞിട്ടുണ്ടെന്നും ബി.ജെ.പിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണമെന്നും ശ്രേയംസ് കുമാർ പറഞ്ഞു. ബി.ജെ.പിയിലേക്ക് തനിക്ക് ക്ഷണമുണ്ടായെങ്കിലും രാജ്യത്തെ മുഴുവൻ ആളുകൾ പോയാലും താൻ ബി.ജെ.പിയിൽ പോകില്ലെന്നും ശ്രേയംസ് കുമാർ പറഞ്ഞു. ഇതിനിടെ തൃശൂരിൽ കോൺഗ്രസിനും CPM-നും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. UDF-ഉം LDF-ഉം ചോദ്യചിഹ്നത്തിൽ തന്നെയാണ്. തൃശൂർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളും അവരുടെ അണികളും നടത്തുന്ന പ്രചാരണം ഇടതുമുന്നണിയെയും UDF-നെയും വലയ്ക്കുകയാണ്. സിറ്റിംഗ് എംപിയും കോൺഗ്രസ് നേതാവുമായ ടി.എൻ. പ്രതാപന് വേണ്ടി ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെടുന്നത് തുടരുകയാണ്. 2 പ്രാവശ്യം വിലക്കിയിട്ടും പ്രതാപന് വേണ്ടിയുള്ള ചുവരെഴുത്തുകൾ തുടരുന്നതിൽ കോൺഗ്രസ് നേതൃത്വം അസംതൃപ്തിയിലാണ്. ചുവരെഴുത്ത് തുടർന്നാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പ്രതാപനെയും ചുവരെഴുതുന്ന അണികളെയും KPCC നേതൃത്വം ധരിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി ആരെയും സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിട്ടില്ലെന്നും അതിനു മുൻപ് പ്രചാരണം നടത്തുന്നത് കടുത്ത അച്ചടക്ക ലംഘനമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കി. എന്നാൽ ചുവരെഴുത്തുകൾ തുടരുകയാണ്. സീറ്റ് ഉറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് പ്രതാപന് വേണ്ടി ചുവരെഴുത്ത് നടത്തുന്നത് എന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ളവർ വിമർശിക്കുന്നത്. അതേസമയം സുരേഷ് ഗോപി ബഹുദൂരം മുന്നിലായതിനാൽ പ്രചാരണത്തിൽ പിന്നോട്ട് പോകാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയ്ക്കാണ് പ്രവർത്തകർ ചുവരെഴുത്ത് തുടങ്ങിയത് എന്നാണ് പ്രതാപന്റെ അടുപ്പക്കാർ വിശദീകരിക്കുന്നത്. മുൻമന്ത്രിയും CPI നേതാവുമായ VS സുനിൽകുമാറിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പ്രചാരണം തുടങ്ങിയതാണ് ഇടതുമുന്നണിയിൽ വിവാദമായത്. CPI മുൻമന്ത്രി KP രാജേന്ദ്രൻ, VS സുനിൽകുമാർ എന്നിവരുടെ പേരുകൾ പരിഗണിക്കവെയാണ് സുനിൽകുമാറിന് വേണ്ടി ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ പ്രചാരണം തുടങ്ങിയത്. CPI-യും ഇടതുമുന്നണിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തുടങ്ങിയ പ്രചാരണം പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും തലവേദനയാവുകയാണ്. KP രാജേന്ദ്രനോട് അടുപ്പമുള്ള നേതാക്കൾ പ്രചാരണം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലെ പ്രചാരണം തുടരുന്നു. തൃശൂർ മണ്ഡലത്തിന് പുറത്തും സോഷ്യൽ മീഡിയ പ്രചാരണം നടത്തുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ ലോബിയും ഗ്രൂപ്പും വളർത്താൻ അനുവദിക്കില്ലെന്ന് CPI ജില്ലാ നേതൃത്വം വ്യക്തമാക്കുമ്പോഴും പ്രചാരണം നടത്താൻ ഇവർ തയ്യാറല്ല. സുനിൽകുമാറിന് സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി അണികളെ കൊണ്ട് പ്രചാരണം നടത്തുകയാണെന്ന ആരോപണവും പാർട്ടിക്കുള്ളിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്.